Hello, hi, dear friends. അങ്ങനെ കിച്ചണിലെത്തി. ഇവിടെ ഇച്ചിരി നോക്കി, ഇവിടെ നിന്ന് കുറച്ച് വെയിലിങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ന് ലഞ്ച് മേക്കിംഗ്. ഇന്ന് നമ്മൾ ലഞ്ച് വീട്ടിൽ തന്നെയാണ് കഴിക്കുന്നത്. അറേബ്യൻ നാട്ടിൽ വന്നാൽ അറബിക് ഡിഷസൊക്കെ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കബ്സ ഉണ്ടാക്കാൻ വെച്ചു, ഒരു സൗദി സ്റ്റൈൽ കബ്സ. എക്സാക്ട്ലി അതാണോന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങനെ എക്സാക്റ്റ് ആയിരിക്കില്ല, റിപ്ലിക്ക അല്ല, കുറച്ച് മാറ്റങ്ങളുണ്ടാവും. എങ്കിലും സൗദിക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് ആണല്ലോ കബ്സ. ഇപ്പോൾ യു എയിൽ എവിടെ വന്നാലും കബ്സ കബ്സ എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ കബ്സ, പിന്നെ അതുപോലെ മന്തി, ഇതൊക്കെയല്ലേ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ കബ്സ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പോകണു. എല്ലാം കൂടി ഒരു മിക്സ്, പിന്നെ അത് കഴിഞ്ഞിട്ടത് കുക്ക് ചെയ്ത് വറ്റിച്ചെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു സോസും ടൊമാറ്റോവും എല്ലാം ചേർത്തിട്ട് ആൻഡ് ഒരു തൈരിൻ്റെ ഒരു സോസും കൂടി ഉണ്ടാക്കാൻ വെച്ചു. സോ ദാറ്റ് ഈസ് അവർ ലഞ്ച് ടുഡേ. അത് കഴിഞ്ഞ് പുറത്തു പോകാത്ത ഒരു ദിവസം പോലും ഇല്ലയെന്ന് തന്നെ പറയും. പിന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള ഇതൊരു ചെറിയ കിച്ചണാണ് കേട്ടോ. ബാക്കി റൂംസൊക്കെ ഭയങ്കര സ്പേഷ്യസ് ആണ്, ബട്ട് കിച്ചൺ ഈസ് വെരി സ്മോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വിശാലമായി ഷൂട്ട് ചെയ്യാനുള്ളൊരു സ്പേസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നിങ്ങളോട് സംശയം, ഇനി നമ്മൾ ക്ലോസിൽ ഞാൻ കുക്ക് ചെയ്യുന്നതിൻ്റെ പ്രോസസ്സ് കാണാം, എങ്ങനെയാണ് ചെയ്യുന്നത് ആൻഡ് ദ ഫൈനൽ. ഓക്കെ, അപ്പോൾ തുടങ്ങിയാലോ കുക്കിംഗ് പ്രോസസ്സ്. യെസ്, നമുക്കൊരു സൗദി കബ്സ ഉണ്ടാക്കാം. ചിക്കൻ കബ്സയാണ്. ഇതിപ്പോൾ ഒരു കോഴിയാണ്, 1.5 കിലോയ്ക്കകത്തുണ്ട് തോന്നുന്നു. ഞാനൊരു 12 പീസായിട്ട് മുറിച്ചു. അത് എനി ടൈപ്പ് ഓഫ് പീസ് നമുക്ക് പറ്റും. ഞാൻ കഴുകി വെള്ളം ഊറാനായിട്ട് വെച്ചിരിക്കുകയാണ്. അതായത് നമുക്കിത് 4 പീസായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ സൗകര്യമാണ്. ഞാനിവിടെ 12 പീസസ് ആക്കി. കുറച്ച് ഹോൾ സ്പൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഉണക്ക നാരങ്ങ, ഡ്രൈ ലെമൺ, പിന്നെ വലിയ 2 കഷ്ണം പട്ടയുണ്ട്. ചെറിയ ബേ ലീഫ് ആയതുകൊണ്ട് ഒരു 4-5, ചെറുതും വലുതും ഒക്കെ ആയിട്ടൊരു 3-4 ഉണ്ട്. പിന്നെന്താ 7-8 ഗ്രാമ്പു, 7-8 ഏലക്ക, പിന്നെ ഒരു ചെറിയ തക്കോലത്തിൻ്റെ ഒരു പീസും കൂടി ഉണ്ട് കേട്ടോ, തക്കോലം സ്മോൾ. ഓക്കെ, ഇതെല്ലാം അതായത് സ്റ്റാർ അനീസ്, ഇതെല്ലാം കൂടെ ഒരു മിക്സ്. ഓക്കെ, കുറച്ച് എണ്ണ ഒഴിക്കാം. 2.5 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ മതി ആകാം എണ്ണ. ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയൊന്നും വേണ്ട, ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലോ, പിന്നെ ഇനി ഒലിവ് ഓയിൽ വേണമെങ്കിൽ അതിലും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ അടുപ്പ് ഞാൻ ചൂടാക്കാൻ ഇട്ടിരിക്കുന്നു. നെക്സ്റ്റ് വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു 2 വലിയ സവാള. ഓക്കെ, ഞാനിപ്പോൾ ഹാഫ് സ്ലൈസസ് ആയിട്ടാണ് വെച്ചത്. ഇത് നന്നായിട്ട് വഴണ്ട് വരട്ടെ. ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് വെക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ വഴറ്റൽ പ്രോസസ്സ്. ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ചേർക്കും. ഇത് കുറച്ചുകൂടി ഒന്ന് ചതയണം. ഇവിടെ ചതയ്ക്കുന്ന ആ ഒരു സംഭവം ഇവിടെ ഇല്ല നമ്മുടെ നാട്ടിൽ. ഇവിടെ ഒന്ന് മേടിക്കണം. മിക്സിയിലിട്ട് ചതച്ചാൽ ചെറിയൊരു ക്വാണ്ടിറ്റി അല്ലേ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് അരഞ്ഞ പോലെ ആകും. ചതയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത് ടേസ്റ്റിനെക്കാട്ടി. ഈ കാര്യങ്ങൾ കൂടി ചേർക്കാം. രണ്ടര ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അച്ചര എണ്ണ കൂടി ഒഴിക്കുന്നു. ഞാനിപ്പോഴത്തെ അടുപ്പിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് ബോയിലിംഗ് വാട്ടർ വേണം. ആയി വരുന്നു, കളറൊക്കെ ഒന്ന് മാറട്ടെ കുറച്ചുകൂടി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്. ആക്ച്വലി ഒന്നല്ല, അതിൽ കൂടുതലിടണം. കൂടുതൽ ജീരകത്തിൻ്റെ ടേസ്റ്റ് ആണ് ഇതിൽ പ്രധാനം. 2 ടീസ്പൂൺ നിറച്ച് ഇടുന്നു. ഒരു 1/2 ടീസ്പൂൺ നിറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കും. 1 ടേബിൾ സ്പൂൺ നിറച്ച് മല്ലിപ്പൊടി. തിരിമുളക് പൊടിയായിരിക്കും നല്ലതല്ല. ഇവിടെ പാപ്രിക്ക പൗഡറൊക്കെയാണ് സാധാരണ ഇടുന്നത്. അതുണ്ട് ഇവിടെ, പക്ഷേ എങ്കിലും നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന മുളക് പൊടി. കുറച്ചൊരു ഇന്ത്യനൈസ്ഡ് ആക്കുക.
1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് ചിക്കൻ പീസസ് ചേർക്കാം. ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ടുണ്ട് ചില പീസസൊക്കെ. നമ്മൾ വലിയ പീസായിട്ട് മുറിക്കുകയാണെങ്കിൽ കാര്യമായിട്ട് വരാം. ഇതിപ്പോൾ ഞാനങ്ങനെ വലിയ പീസസായിട്ടല്ലല്ലോ മുറിക്കുന്നത്, 12 പീസല്ലേ ഉള്ളൂ. എങ്കിലും ഇതുപോലെ വരയുമ്പോൾ നല്ലതായിരിക്കും. ഇതിപ്പോൾ ഒരു കോഴി, പിന്നെ 1.5 കിലോ കറുപ്പ്, പിന്നെ റൈസ് ഞാനൊരു 3 കപ്പ് റൈസ് ഉപയോഗിക്കാൻ പോകുന്നു. ബസ്മതി റൈസ് ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ക്ലാസിക്കാണ് ഉപയോഗിക്കുന്നത്. ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല, ഇവരുടെ സ്പെഷ്യൽ റൈസസൊക്കെ കിട്ടുമല്ലോ. കച്ച റൈസ് ഞാനിപ്പോൾ നമുക്ക് അത്രയും പരിചയമുള്ള റൈസ് എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ ഗേറ്റ് ക്ലാസിക്കാണ് ഉപയോഗിക്കുന്നത്. 3 കപ്പ് റൈസിന് 6 കപ്പ് വെള്ളം, അതാണ് എൻ്റെ ഒരു കണക്ക്. ഈ തിരിച്ചത് ഇങ്ങനെ കിടക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ട് ഇട്ട് കൊടുക്കും. ഒരല്പം എണ്ണ കൂടി കിടക്കട്ടെ. ഒരു കുറച്ച് ഉപ്പും കൂടി ഇടാം. കുറച്ചിട്ട് ഞാൻ നേരത്തെ ഉള്ളിയിൽ ചേർക്കും. ഇത് ചിക്കനിൽ കൂടെ പിടിക്കും. ഇതിനാവശ്യമുള്ള വെള്ളം സൈഡിൽ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ അറബിക് മസാല പൗഡർ എന്ന് ഒന്ന് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ അത് വാങ്ങിച്ചിട്ടുണ്ട്. അതും കൂടി കുറച്ച് ചേർക്കും. നിർബന്ധമില്ല, നമ്മളിവിടെ ആയതുകൊണ്ട് കിട്ടുന്നു. അത് അവർ ഈ കപ്സ മസാലയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഓൾറെഡി ചേർത്ത് തന്നു. എനിക്ക് ഇവരുടെ ഒരു സ്പൈസ് മിക്സാണ്. ഞാൻ കാക്കൂരിൽ നിന്ന് വാങ്ങിച്ചാണ്. നോക്കിയിട്ടുള്ളത് ഇതിലിപ്പോൾ അറബിക് മിക്സ് മസാല എന്ന് പറഞ്ഞ പൗഡർ ഫോമിൽ കിട്ടുക. ഞാൻ മേടിച്ചത് കൊണ്ട് ഞാനൊന്ന് ജസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. പ്രധാന കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഒരു ടീസ്പൂൺ ചേർക്കും. നമ്മുടെ ഗരം മസാല ഐറ്റംസൊക്കെ തന്നെയാണ് അതിനകത്തുള്ളത്. ചിലപ്പോൾ പിന്നെ എന്താ പറയുക, ഈ ജാതിക്കയും ജാതിപത്രിയും എല്ലാം കൂടി മിക്സായിട്ട് വന്നിട്ടുണ്ട് അതിനകത്ത്. ഇപ്പോൾ ഹോൾ സ്പൈസസ് അല്ലേ ഇട്ടിരിക്കുന്നത്. ഇനി ബാക്കി ഈ കാര്യങ്ങളും കൂടി ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർക്കാം. ഇപ്പോൾ പരിപരിപ്പായിട്ട് പൊടിച്ചതാണ് കൂടുതൽ നല്ലത്. ഇത് പക്ഷേ ഫൈൻ പൗഡറായിട്ട് കുഴപ്പമില്ല. ഈ എണ്ണയിൽ കിടന്നിട്ടതെല്ലാം കൂടി ഒന്ന് കുറച്ച് ഓയിലുണ്ടല്ലോ ചെറുതായി ഒന്ന് മൊരി അതുപോലെ ആക്കിയാൽ നല്ലത്. നല്ല മണം, നല്ല മണം. ഇത് എത്ര നേരം ഇങ്ങനെ മുഴിക്കാനായിട്ട് വെച്ചാൽ അത്രയും നല്ലതാണ്. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ്, ബോയിലിംഗ് വാട്ടർ. ഇതിപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി ഇത് ഒന്ന് കുറച്ചൊന്ന് വേഗട്ടെ. ഒരു 3/4 വേഗമാകുമ്പോൾ, ഏകദേശം 1/2 to 3/4 ആകുമ്പോഴേക്കും നമുക്ക് റൈസും കൂടി ചേർക്കണം. അത് 3 കപ്പ് റൈസ് കഴുകി ഒരു അരമണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണം. അപ്പോൾ ഞാൻ കുതിരാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് ഊറ്റിക്കെടുക്കാം. ചിക്കൻ ഏകദേശം ഒരു 1/2 കുട്ടായി കാണും, 1/2 to 3 കുട്ട്. ഇനി റൈസ് 3 കപ്പാണ്. അപ്പോൾ ഇന്ത്യ ഗേറ്റ് ക്ലാസിക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വെള്ളം ഇത് പോരാ, കുറച്ചുകൂടി ഒഴിക്കണം. ബോയിലിംഗ് വാട്ടർ തന്നെ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമ്മൾ 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. പിന്നെ ചിക്കനിൽ നിന്ന് എന്തെങ്കിലും വെള്ളം ഉണ്ടെങ്കിൽ ഇറങ്ങും, പക്ഷേ ഇല്ലായിരുന്നു. നമ്മൾ ഫ്രൈ ചെയ്ത പോലെ ഇങ്ങനെ വരട്ടിയല്ലേ എടുത്തേ, വെള്ളമൊന്നും ഇറങ്ങാനില്ല. ബാക്കി വെള്ളം ഒഴിക്കാം. ചിക്കൻ ബാക്കിയും വേഗം, റൈസ് എല്ലാം പാകത്തിന് വേണ്ട വറ്റിക്കിട്ടണം. അതാണ് പാകം. ഒരു കാര്യം കൂടി ചേർക്കണം, 2 കാര്യങ്ങൾ. അതായത് ഇത് ടൊമാറ്റോ പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ. ചിക്കൻ വറട്ടുന്ന സമയത്ത് വേണമെങ്കിലും ചേർക്കാം, ഇതുപോലെ ചേർത്താലും മതി. 2 ഇടത്തരം ടൊമാറ്റോ അരച്ചെടുത്തതും ചേർക്കാം. ടൊമാറ്റോ പ്യൂറി. ഇനി എല്ലാം കൂടി കിടന്നൊന്ന് വേഗട്ടെ. നല്ലൊരു തിളവരട്ടെ, എന്നിട്ട് നമുക്ക് അരച്ചിടാം. ഒരുപാട് ഇളക്കി അരി ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ. ഉപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഇച്ചിരി ഉപ്പും കൂടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൊമാറ്റോ പേസ്റ്റും ടൊമാറ്റോ പ്യൂറിയും ചിക്കൻ
വറുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചേർക്കാം. പക്ഷെ ഞാൻ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്തത്. കുറച്ച് ഉപ്പും കൂടി വേണ്ടി വരും, റൈസിലൊക്കെ പിടിക്കണ്ടേ. രണ്ട് മൂന്ന് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ജലപ്പനോസ് പിന്നെ ഹോട്ട് പെപ്പേഴ്സ് ഇങ്ങനത്തെ മുളകെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ ചേർക്കുന്നത് നല്ലതാണ്, അങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഞാനിപ്പോൾ നമ്മുടെ ഇന്ത്യൻ പച്ചമുളകാണ് ചേർത്തത്. ഓക്കെ, ഈ പാത്രം അടച്ചിടട്ടെ, എന്നിട്ട് തീ കുറയ്ക്കാം. ഇവിടെ ഞാൻ ഹോൾ അടയ്ക്കും ടൂത്ത്പിക്ക് വെച്ചിട്ട്. വാവ്, ഇറ്റ്സ് റെഡി. ഞാൻ ഒരു 3/4 അല്ല, ശരിക്കും പറഞ്ഞാൽ ഓൾമോസ്റ്റ് കുക്കായി കഴിഞ്ഞിട്ട് പാത്രം ഒന്ന് തുറന്ന് നോക്കി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തു. ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഏറ്റവും ലോവസ്റ്റ് ഫ്ലെയിമിൽ കുറച്ച് നേരം കൂടി ഇട്ടുന്നു. ഇപ്പോൾ അതെ ഞാൻ ഓപ്പൺ ചെയ്തിട്ട്, ഇതിപ്പോൾ ഇലക്ട്രിക് അടുപ്പായതുകൊണ്ട് ഞാനൊരു 1-ലാണ് ഇട്ടിരിക്കുന്നത്. 1 ചൂട്. ഒരു 5 മിനിറ്റ് കൂടി ഇങ്ങനെ തുറന്ന് കിടക്കട്ടെ. തുറന്ന് കിടന്നാൽ മതി. ടേസ്റ്റി, അമ്മി. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വയൽ വെച്ച് നോക്കുകയായിരുന്നു. വാ, നൈസ്. ഇത്രേ ഉള്ളൂ. ഇനി ഒരല്പം ഒന്ന് തണുക്കുമ്പോൾ കറക്റ്റായിരിക്കും. നമുക്കിനി തട്ടി വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു സലാഡ് ഉണ്ട്, ഒരു ചട്നി മാതിരി, ടൊമാറ്റോയും മല്ലിയിലയൊക്കെ ചേർത്തിട്ട് അതും കൂടി തയ്യാറാക്കാം. ഇതാണ് നമ്മുടെ ഈ എന്താ പറയുക, കബ്സയ്ക്ക് പിന്നെ കൂടുതലും പറയുന്നത് മന്തി സോസ് എന്നൊക്കെ പറയും, ദക്കൂസ്. അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യലാണ്. ഇപ്പോൾ ടൊമാറ്റോയും വെളുത്തുള്ളി, ഗാർലിക്ക്, നാരങ്ങാനീര്, മല്ലിയില, പച്ചമുളക്, കുറച്ച് നാരങ്ങ ഞാൻ കാണിച്ചുള്ളൂ, ഒരു ഹാഫ് മതിയാകും. ഓക്കെ, ഇതെല്ലാം കൂടി ഒന്ന് അരച്ച് എടുത്തു കഴിയുമ്പോൾ ദക്കൂസ് ഇസ് റെഡി. പിന്നെ വേണമെങ്കിൽ കുറച്ച് ജീരകപ്പൊടിയും കൂടി ചേർക്കാം, കുരുമുളക് പൊടിയും വേണമെങ്കിൽ ഇച്ചിരി ചേർക്കാം, അങ്ങനെയല്ല. അപ്പോൾ ഞാൻ ഇത്ര സാധനം വെച്ചിട്ട് ചെറുപ്പം കൂടി ചേർക്കണം. എല്ലാം കൂടി ചേർത്ത് അരച്ചെടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇതിപ്പോൾ ഒരു വലിയ ടൊമാറ്റോ ആയതുകൊണ്ട് ഞാൻ ഒരു 1.5 ടൊമാറ്റോ എന്ന് പറയാം, ഒരു അര നാരങ്ങ, ഇത്രയും, ഒരു പിടി വെളുത്തുള്ളി, ഒരു 3 വലിയ അല്ലി. ഭയങ്കര പേസ്റ്റ് ആവണമെന്നില്ല. സോ ആ സലാഡ്, നമ്മുടെ കബ്സ സലാഡും റെഡി ആയി കഴിഞ്ഞു. ടക്കൂസ്. ഭയങ്കര റെഡ് കളർ അല്ലാത്തതെന്ന് വെച്ചാൽ ആ ടൊമാറ്റോ അത്രയും കളറില്ലായിരുന്നു കേട്ടോ, അരഞ്ച്. സോ ദിസ് ഈസ് ദി സൈഡ് ഡിഷ് ഓഫ് അവർ കബ്സ. യോഗർട്ട് സോസും കൂടി ഉണ്ടാക്കാം. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുതായിരുന്നു ഗാർലിക്, ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിയില, ഒരു 1/4 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, ജീരകപ്പൊടി, ഒരു അര ടീസ്പൂൺ പെപ്പർ പൗഡർ. വൈറ്റ് ചേർത്താലും മതി, ഇതിപ്പോൾ ബ്ലാക്കാണ് ചേർത്തില്ല. കുറച്ച് ഉപ്പ്, ഒരു അര ടീസ്പൂൺ പഞ്ചസാര, ഒരു ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ. നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് ഗാർലിക് അതൊന്ന് ചതഞ്ഞ് അകത്തേക്ക് കയറുന്ന ഇച്ചിരി ഇൻഫ്യൂസ് ചെയ്യുന്ന പോലെ സ്പെഷ്യൽ ഫ്ലേവർ ആയിരിക്കും. പിന്നെ ഇച്ചിരി പാലും കൂടി എന്നിട്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാം, അല്പം. ഒരു കാൽ കപ്പ് പാല് ടോട്ടൽ. യെസ്, ദിസ് ഈസ് ദി യോഗർട്ട് സോസ്. നമ്മുടെ കപ്സയ്ക്ക് ഇതും കൂടി കഴിക്കാം. നമുക്കൊക്കെ യോഗർട്ട് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട്. നല്ല സ്പെഷ്യൽ ഫ്ലേവറാണ്, ഗാർലിക്കും തൈരും കുരുമുളക് പൊടിയൊക്കെ വരുന്നത്, ഡിഫറെൻറ്റ്. യെസ്, ഒരു പ്ലാറ്ററിലേക്ക് നമുക്ക് തന്നെ തട്ടാം. അങ്ങനെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ടേബിളിലേക്ക് കൊണ്ടുവയ്ക്കാൻ പോകണു. എന്നിട്ട് വിഷ്ണുവാണ് ആദ്യം കഴിക്കാൻ പോകുന്നത്. അനുകുട്ടി കുറച്ച് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് കഴിക്കാൻ തോന്നുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം വിഷ്ണുവിന് തന്നെ കൊടുക്കാം. കപ്സ ആൻഡ് പുടുതേ വലിഞ്ഞു കയറുന്നു. മോനെ ഇതെങ്ങനെ ഇരിക്കുന്നേ നോക്കിയേ, പുടു പുടു പുടു. ഓ നോ, പുടു ഇതെന്താ പുടു തേ. വാവ്, എടുക്കട്ടെ മോനെ എടുക്കട്ടെ.
Nice. Some mama is going to take for you. Wood. Yes. Wood. What? Wood. Yeah. Wood. Chicken. Yeah, mama. Okay. And udonu. അത് എരിവില്ലാത്ത കാര്യം തന്നെ. യെസ്. സ്പൂൺ എന്ത് ചെയ്യുന്നതിൻ്റെ അങ്ങനെ കഴിച്ചോളൂ. ഓക്കെ. What do you want? What, baby? More. Okay. Sun. What? Sun. What? ഇതാണ് Oh, you want this? കഴിക്കട്ടോ. അത് കഴിക്കണേ. അത് കഴിക്കാനുള്ള നല്ല പോലെ. ഓക്കെ. കഴിച്ചു. വിഷ്ണു, come on. ഏത് ടൈപ്പ് പീസാണ് വിഷ്ണുവിന് ഇഷ്ടം? എനിക്ക് കാലല്ല, അത് അല്ലാത്ത പീസ് എടുക്കാം. റൈസ്. യാ. ആണോ ശരിക്കുള്ള ഇതിൻ്റെ സോസ്? എന്താ സോസ് പ്രത്യേകത? ഇത് വെറുതെ ടൊമാറ്റോ വെച്ചിട്ട് ഇത് കപ്സ സോസ് അല്ലെങ്കിൽ മറ്റേ മന്തി സോസ് എന്ന് പറയുന്നത്. ഓ മനസ്സിലായി. നോക്കട്ടെ. Mama. വെയിറ്റ്. പാപ്പയ്ക്ക് എടുത്തു കൊടുത്തോട്ടെ. വെരി നൈസ്. ദക്കൂസ് സോസ് കൊള്ളാം. കുറച്ച് എരിവ് ഉണ്ട്, അതുകൊണ്ട് ഒരു വ്യത്യാസം. അല്ല, ഇതിനും അത്യാവശ്യം എരിവുണ്ട് കേട്ടോ, വലിയ കുഴപ്പമില്ല. നന്നായിട്ടുണ്ട്. മസ്റ്റ് ട്രൈ. നൈസ്. ട്രിവാൻഡ്രത്ത് പോയാൽ ഞാൻ ഇതൊക്കെ ഇങ്ങനെ കഴിക്കും, വെറൈറ്റി ഐറ്റംസ്. പാവ് കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് വരുന്നല്ലോ. എല്ലാവർക്കും ഇവിടെ തന്നെ നിൽക്കാം. അയ്യോ, ഇടയ്ക്ക് ഞങ്ങൾ ഇങ്ങോട്ട് വരും, വിഷ്ണുവിന് അങ്ങോട്ടും വരാം ഫ്രീക്വൻ്റ് ആയിട്ട്. ഓക്കെ. ഞങ്ങൾ കുടുംബങ്ങളുണ്ട്, കുടുംബ ക്ലാസ്. ഹായ് പറ മോനെ. അനുക്കുട്ടി എത്തിയിട്ടില്ല, അനുക്കുട്ടി ജോയിൻ ചെയ്യും നമ്മൾ പോകുന്ന വഴിക്ക്. ഓക്കെ, പോകുന്നത് എനിക്കിന്നൊരു സ്ഥലത്ത് പോകണം, അപ്പോൾ വിഷ്ണു എന്നെ ഡ്രോപ്പ് ചെയ്യും. അതിന് മുന്നേ എന്താണ് വിഷ്ണു നമ്മൾ പോകുന്ന സ്ഥലം? ഡ്രൈവ് ത്രൂ ഡെസേർട്ട്. ഡെസേർട്ടാണോ? ഡ്രൈവ് ത്രൂ ഡെസേർട്ട്സ് കഴിക്കാനായിട്ട് പോകണു. ഡെസേർട്ട്സ്, സ്വീറ്റ്സ്, അങ്ങനത്തെ പേസ്ട്രി, അങ്ങനത്തെ കാര്യങ്ങൾ. എന്താണ് പറയുന്നത്, അവർ കാറിൽ കൊണ്ട് തരും. അതാണ് എൻ്റെ ഒരു പുതുമ, വ്യത്യസ്തമായ ഒരു അനുഭവം. അതിന് ഏതാണ് അതിൻ്റെ പേര്? റേഷൻ. അതായത് നമുക്ക് നോക്കാം. ഓക്കെ, അവിടെ എത്താറാകുമ്പോൾ കാണാമല്ലോ എന്തായാലും. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഉണ്ടല്ലേ, എപ്പോഴും കാണുന്നൊരു സംഭവമാണ്. 2 ഡെസേർട്ട്സ് ആണ് അല്ലേ, 2 ഡെസേർട്ട്സ്. അത് നമുക്ക് ഡ്രൈവ് ത്രൂ ആണ്. അവിടെ ചെന്നിട്ട് നമുക്ക് കാറിലൊക്കെ തരും. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് എന്നെ വിഷ്ണു ഒരു സ്ഥലത്ത് വിടും. അൽസീഫിലാണ് എന്നെ ഡ്രോപ്പ് ചെയ്യുന്നത്. പിന്നെ തലമുടിയെല്ലാം ഇവിടെ അടുത്തൊരു സ്ഥലത്ത് പോയിട്ട് ഒരു ഹെയർ സലൂണിൽ പോയിട്ട് ഒന്ന് വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് ചെറിയ കേൾസ് ആക്കിയിട്ട്, ബേബി കേൾസ്, ഒരു ചേഞ്ച്. എന്നിട്ട് ഇവിടുത്തെ ഒരു ട്രഡീഷണൽ കോസ്റ്റ്യൂമാണ് ഇരിക്കുന്നത്. അൽസീഫിൽ കുറച്ച് ഷൂട്ടുണ്ട്, പ്ലസ് പറ്റുന്ന പോലെയൊക്കെ റീലോ എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിക്കും. ചോക്ലേറ്റ് കേക്ക് ആൻഡ് ബ്ലൂബെറി പുഡിങ്, അതാണ് നമ്മൾ വാങ്ങുന്നത്. 30 dirhams ഈച്ച്. നമ്മൾ ഡ്രൈവിന് അകത്തോട്ട് കയറാനുള്ള ക്യൂവിലാണ്. ക്യൂ ആണല്ലോ ഇത്. യെസ്, നമ്മൾ കുറച്ച് കാറുകളുടെ ബാക്കിലാണ്. ആ സ്ഥലത്തെത്തി. അതെ, ഓരോരുത്തരായിട്ട് വാങ്ങിച്ചിട്ട് ഓടും. ഇത് മെയിനായിട്ട് ബെസ്റ്റ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് കേക്ക് അല്ലേ, ആൻഡ് ബ്ലൂബെറി പുഡിങ് എന്നാണ് പറയുന്നത്. ഹായ്, wanted one chocolate cake and one blueberry pudding. Sure, is there anything else for you? What are the anything you want? Other options. Other options. Karak cakes are very nice. Also island cake very nice. Karak cake ഉണ്ട്. Karak cake. അതെനിക്കറിയില്ല, കറക്റ്റ് കേക്ക് നല്ലതാണോ എന്നിങ്ങനെ. ഐലൻഡ് cake? എന്താണ്? No, I will just stick with chocolate cake. One berry, one chocolate. Yes.
റേഷ്യൻ്റ് കഫേ എന്നാണ് ഈ കഫേയുടെ പേര്. റേഷ്യൻ്റ്. ഈ സ്ഥലത്തിൻ്റെ പേര് ഇത് കുറച്ച് എമിറാത്തീസിൻ്റെ ഏരിയ ആണോ വിഷ്ണു? കുറച്ച് അങ്ങനത്തെ. ഓക്കെ, ആ സ്ഥലപ്പേര് നാദിൽ ഷിബ. How do you do it? Wow. Stop. Okay. Stop. Stop. ആൾക്കാർ ഇങ്ങനെ വാങ്ങുന്ന കാണാം. യെസ്, നമ്മളുടെ ടേൺ എത്തി. ഓക്കെ, റേഷ്യൻ്റ് കഫേ. യെസ്, ഓർഡർ ഓൾറെഡി പ്ലേസ്ഡ്. I'm good, thank you. Yummy. Yummy. Yummy is coming. That's it. Correct cake. Understood. Yummy. Yummy. Next time. Oh, മലയാളിയാണോ അല്ലേ? ആണോ? ഓ, നല്ല ട്രിവാൻഡ്രം. Emiratis house area. Wait, this is chocolate cake with marshmallow, chocolate sauce. Okay. And this is blueberry pudding. Oh God, Diana, happy. Oh God, മൂക്കത്തരാട്ടോ. Wait. തരും. Okay. നമുക്ക് കാർ എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് എടുക്കാം. Yummy. Oh. This is blueberry pudding. Pudding. Yes. പുടുനാരത്. How is it? Yummy? നമ്മ കഴിച്ചോട്ടെ. Yummy. ഇഷ്ടമുണ്ടോ? അതമ്മ കഴിഞ്ഞിട്ടെടുക്കാം. കഴിഞ്ഞിട്ട് അല്ല, ജസ്റ്റ് ടേസ്റ്റ് പറഞ്ഞിട്ടാണ്. നെക്സ്റ്റ് ഇസ് ചോക്ലേറ്റ്. ഓക്കെ, ചോക്ലേറ്റ് വിത്ത് മാർഷ്മെലോസ്. ചോക്ലേറ്റ് കേക്ക് ആണ് അതിന് മുകളിൽ സോസ്. ഓഹോ, കയ്യിൽ തരാൻ പറ്റില്ല മോനെ. യമ്മി. അപ്പൊ ചോക്ലേറ്റിന്റെ പുഡിംഗ്, ചോക്ലേറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ ചീസ് കേക്ക് പോലെയാണ്. താഴെ ബിസ്ക്കറ്റ് ലെയർ, പിന്നെ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു ലെയർ, പിന്നെ അതിൻ്റെ മുകളിൽ ചോക്ലേറ്റ് സോസ്. അത് തന്നെ, അത് ഓക്കെ. പിന്നെ ഇത് നല്ലത്, ഇത് ഒരു സ്ലൈസ് ഓഫ് കേക്ക് ഉണ്ട്, പിന്നെ അതിൻ്റെ മുകളിൽ ഒരു ക്രീമി ഫ്ലഫി ഒരു ടോപ്പിംഗ്, പ്ലസ് അതിൻ്റെ മുകളിലൊരു ബെറിയുടെ ഒരു സോസ്, ദാറ്റ് ഇസ് ബ്ലൂബെറി സോസ്. അതൊക്കെ ഒരു മിനിറ്റ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ്. ഇവിടെ വേറെ 2-3 ഫ്ലേവേഴ്സ് ഉണ്ട്. ഐലൻഡ് പുഡിംഗ് എന്ന് പറഞ്ഞു. ഐലൻഡ് പുഡിംഗ് എന്നല്ലേ പറഞ്ഞേ? ഐലൻഡ് പുഡിംഗ്, പിന്നെ ക്രക്ക് പുഡിംഗ്, അത് ടീ ഫ്ലേവറാണ്, അത് വേണ്ട. ഓക്കെ, നോക്കാം. ഇനി എന്നെ നേരെ അടുത്ത സ്ഥലത്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വിഷ്ണുവും പുടുമോളും പ്ലേ ഏരിയ എവിടെയോ പോവാണ്. എന്നെ എൽസീഫിൽ ഡ്രോപ്പ് ചെയ്തു, ഞാൻ ഇറങ്ങി. ടോട്ടലി ഒരു അറബിക് തീമാണ് ഇവിടെ. ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ബിൽഡിങ്സ് എല്ലാം ഇങ്ങനെ ഒരു ഏരിയ ഉണ്ട്. ഓക്കെ, ഷോപ്പിങ്ങിന് ഭയങ്കര സ്കോപ്പാണ് ട്രഡീഷണൽ ഐറ്റംസ് ഒക്കെ വാങ്ങാൻ. ട്രഷർ ഹണ്ട് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഇറ്റ്സ് എ ഷോപ്പ്. ഇവിടെ കുറേ കടകളുണ്ട്. ഇറ്റ്സ് എൻ ഓപ്പൺ ഏരിയ. സീ ഫുഡ് മാർക്കറ്റ്. ഇതിപ്പോൾ 2:30 ആയിട്ടുള്ളൂ. എൻ്റെ ക്യാമറാമാൻ ഒരു 3:30 ആകുമ്പോൾ എത്തും. അത് കഴിഞ്ഞാൽ വേറെ കുറച്ച് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാം. വാ, ഇറ്റ്സ് എ നൈസ് ഏരിയ, സീ ഫ്രണ്ട് ഏരിയ. ഇതാണ് ഇവിടുത്തെ മ്യൂസിയം ഓഫ് ഇല്യൂഷൻസ്. ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ ക്യാമറാമാനോട് വരാൻ പറഞ്ഞിരിക്കുന്നത്. ഒരു ലൊക്കേഷൻ കൊടുത്തിരിക്കുന്നത് ഇവിടെ തന്നെയാണ്. നമ്മൾ രാത്രി വന്ന് കറങ്ങിയ സ്ഥലമാണ് സ്റ്റാർബക്സ്. ഇവിടുത്തെ ഒരു ഓൾഡ് സ്റ്റൈൽ സ്റ്റാർബക്സ്. സെറാമിക് ഹൗസ് ഉണ്ട്, പോട്രി, ടൈൽ, പ്ലേറ്റ്, ഹോം ആക്സസറി. അവിടെ ഊതിൻ്റെ കടകൾ. ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങാൻ വേണമെങ്കിൽ. പകൽ സമയം ഞാനിവിടെ വന്നിട്ടേ ഇല്ല. ഇത് 3-4 പ്രാവശ്യം വരുന്നത്, പക്ഷെ എപ്പോഴും രാത്രിയാണ് വരുന്നത്.
കണ്ടോ സ്പൈസസിൻ്റെ ഒരു കട സഫ്രാൻ. സോ ഓൾ ടൂറിസ്റ്റ് പീപ്പിൾ. ചൈനയിൽ നിന്നാണ് കൂടുതലും അവരിങ്ങനെ ഗ്രൂപ്പായിട്ട് വരുന്നത്. ഇതൊക്കെ ഫോട്ടോ പോയിന്റ്സ് ആട്ടോ, ഓരോരുത്തരും നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഓൾ ഫോട്ടോ പോയിന്റ്സ്. ഓക്കെ, രസമുണ്ട് അല്ലേ. പിന്നെ ദുബായ് ചോക്ലേറ്റ്സ്, ദുബായ് സ്പെഷ്യൽ ഡിസേർട്ട്സ് എല്ലാം കിട്ടും, ഫുഡ് കിട്ടും, അങ്ങനത്തെ സ്ഥലങ്ങളുണ്ട് ഇവിടെ. ചെറിയ ചെറിയ കഫേസ്. ഇവിടെ നോക്കിയേ, ടർക്കിഷ് കോഫി, അറബിക് കോഫി, കറാക്റ്റി. ഇവിടുത്തെ ബസ്കിൻ റോബിൻസ്. ഇത് കംപ്ലീറ്റ് ഒരു ഫുഡ് കോർട്ട് പോലെയുള്ള ഏരിയയാണ്. ഫലാഫൽ അങ്ങനത്തെ അത് നേരെ നടന്നു പോയാലും വാട്ടർ ഫ്രണ്ട്. യെസ്, ഓരോ ഏരിയയിലും ഇങ്ങനെ വാട്ടർ ഫ്രണ്ടിലേക്ക് നടന്ന് കയറാൻ പറ്റും. ഇങ്ങനെ ഓപ്പൺ ആണ്. ഇറ്റ്സ് എൻ ഓപ്പൺ ഏരിയ ആക്ച്വലി. ഇങ്ങനെ ഔട്ട്ഡോർ കഫേസ് ഒക്കെ ഇരുന്ന് കഴിച്ച ഈ വാട്ടർ ഫ്രണ്ട് ഏരിയ ഒക്കെ എൻജോയ് ചെയ്ത്. വാ, ഇത് ഫുൾ ഒരു ടൂറിസ്റ്റ് ഏരിയ ആണ് കേട്ടോ, കംപ്ലീറ്റ് ടൂറിസ്റ്റ് സ്ഥലം. എന്ത് തിരക്കാൻ നോക്കിയേ, ഉള്ളതെല്ലാം ടൂറിസ്റ്റുകളാണ് എല്ലാവരും. ലോക്കൽസ് ഒരാൾ അവർ ഇവിടെ കട നടത്തുന്നവരും ബാക്കി മൂവ് അറൗണ്ട് ചെയ്യുന്ന മുഴുവൻ ടൂറിസ്റ്റ് ആൾക്കാരാണ്. വാ, ഇതെനിക്ക് ലാസ്റ്റ് ടൈം വന്നപ്പോഴും ഞാൻ വന്നതാണ് ഇങ്ങനത്തെ ഒരു ഷോപ്പിൽ. എന്താ അറിയോ, ഇവരുടെ ഒരു രക്ഷയില്ല. ടർക്കിയിൽ പോയാലും ഇതുപോലെ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റും. ടർക്കിഷ് പാത്രങ്ങളും ആർട്ട് വർക്ക്, ഷാൻഡലേഴ്സ്. ഇത് അറബിക്. All the spices, Arabic. ഇവർക്കെല്ലാം ഇത് ഭയങ്കര അതിശയായിരിക്കും വരുന്നവർക്ക്. സെയിം കാര്യങ്ങൾ പല കടകളിലും പല രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇതൊരു ഫീസ്റ്റ് ടു അവർ ഐസ് ആണ് കേട്ടോ കണ്ണിന്. ഞാനിപ്പോൾ ഒരു ഷോപ്പിലാണ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഈ ഡ്രസ്സ് നോക്കട്ടെ, കഫ്താൻസ്. ഈ ഷോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, ഇറ്റ്സ് നൈസ് നൈസ്. ചെറിയ പർച്ചേസ് എല്ലാം കഴിഞ്ഞായിരുന്നു. നല്ല 1-2 ഡ്രസ്സ് കിട്ടി എനിക്ക്. ഓക്കെ, നൈസ്. വീണ്ടും ബിഗ് ക്രൗഡിലേക്ക് ഇറങ്ങി നമ്മുടെ ക്യാമറാമാൻ എത്തിയിട്ടുണ്ട്. സ്റ്റാർബക്സിൻ്റെ അവിടെ നിൽക്കും. സോ ഞാൻ അങ്ങോട്ട് പോകുന്നു. ഓക്കെ, നല്ല ക്രൗഡായി. അങ്ങനെ അൽസീഫിലെ വിശേഷങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇതാണ് കാഴ്ചകൾ, ഒരു രക്ഷയില്ല. ഇവിടെ കംപ്ലീറ്റ് ടൂറിസ്റ്റുകളുടെ കളിയാണ്. ഇന്ത്യൻസിനെ ഞാൻ വളരെ കുറച്ചേ കാണുന്നുള്ളൂ, കൂടുതലും ചൈനീസാണ് മോസ്റ്റ്ലി കാണുന്നത്. ഇന്ത്യൻസ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻസ് ഒക്കെ, സൗത്ത് ഇന്ത്യൻസ് കുറവാണ്. ഉണ്ടാവാം, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊരു നല്ല സമയമാണ് ഇനി ഈ ഒരു വാട്ടർ ഫ്രണ്ട് ഏരിയയിലൊക്കെ പോയി നിൽക്കാനും ഇരിക്കാനും. വെയിലൊക്കെ ഇങ്ങനെ മാറി വരുന്നു. നൈസ്. ഞാൻ ഈ ഭാഗത്തോടൊക്കെ ഒരു റൗണ്ട് നടന്നാണ് മ്യൂസിയം ഓഫ് ഇല്യൂഷൻസ്. അവർ ഇപ്പോൾ റിട്ടേൺ അടിക്കുന്നു. പിന്നെ കുറേ കൂടി നടന്നു കഴിഞ്ഞാൽ ഗോൾഡ് സൂക്കിൻ്റെ ആ ഒരു ഏരിയയാണ്. എന്തായാലും ചുമ്മാ നടക്കാം. കഴിക്കണമെങ്കിൽ കഴിക്കാം, പക്ഷെ ആ കഴിക്കാൻ ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഇവിടെ അത്യാവശ്യം വില കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഐ മീൻ ടൂറിസ്റ്റ് ഏരിയയാണ്, വില കൂടേണ്ടതാണ്. പക്ഷേ കഫ്താൻസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒരു എല്ലാ റേറ്റിനും ഉണ്ട്. എന്നാലും ഒരു 70-80 എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നല്ലത് കിട്ടും. പ്ലസ് ഒരു ബാർഗെയിനിങ് ഏരിയയാണ്, ബാർഗെയിൻ ചെയ്യണം. ഈവൻ കടയ്ക്കകത്ത് വരെ നമുക്ക് ബാർഗെയിൻ ചെയ്യാം. ഇതിവിടെ ഉണ്ടായിരുന്നു ഈ സർവീസ്. നോക്കി, ഇത് ഞാൻ നേരത്തെ കണ്ടതാണ്. നമുക്ക് വേണമെങ്കിൽ ബഗ്ഗി എടുക്കാം. ഇവിടെ പല കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യയാണ് കേട്ടോ. അതായത് ഫ്രം കാശ്മീർ സൈഡിൽ നിന്നെല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്നതാണ്.
അതാ അതിശയമാണ്. നാട്ടിൽ കിട്ടുന്നതിനെക്കാട്ടി വില കുറവുണ്ട്. ഇതെല്ലാം കാശ്മീരി ഷോപ്സാണ് കേട്ടോ, അവർ നടത്തുന്നതാണ്. ഈ അഭയ കൊള്ളാമെന്ന് പറഞ്ഞു. ഇതൊക്കെ ഇവിടെ വന്നിട്ട് മേടിക്കുന്നതല്ലേ. അപ്പോൾ അതിൽ ഇങ്ങനെ ഇത് നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോയ സമയത്ത് മേടിച്ചതാണ്. ഞാനൊരു ബ്ലാക്ക്, അനുകുട്ടി ഒരു വൈറ്റ്. സ്പൈസസ് പലതരം നല്ല കഫ്താൻസ് കിട്ടും. ബ്യൂട്ടിഫുൾ കഫ്താൻസ് വിത്ത് വർക്ക്. ഇവിടെ എല്ലാം അഭയ സെൻറ്റർ, അങ്ങനെ കുറേ എല്ലായിടത്തും അഭയാസ് ഉണ്ട്. രസമുള്ള കാര്യങ്ങൾ. ഇതിനകത്ത് പോലീസ് സ്റ്റേഷനും ഉണ്ട്, സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ. ഹബീബി കം ടു ദുബായ് എന്നാണ് ടീഷർട്ട്സിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ അങ്ങനെ ഒരു ടീഷർട്ട് എടുത്ത് നോക്കി കേട്ടോ, വെൽക്കം ടു ദുബായ് അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. നോക്കുമ്പോൾ മെയ്ഡ് ഇൻ ഇന്ത്യ. ഓക്കെ, നല്ല ഇതൊക്കെ ഫെസ്റ്റീവ് ടൈമിലൊക്കെ ഇടുന്ന അവരുടെ നല്ല ഭംഗിയില്ലേ. ഇറ്റ്സ് നൈസ് നോ. ഇതൊക്കെ ഓരോ ടൈപ്പ് ഭയങ്കര ഭംഗിയാണ്. അപ്പം നമ്മൾ നടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. യെസ്, ഇറ്റ്സ് നൈസ്. ചുമ്മാ വിലയൊക്കെ ചോദിക്കാം. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ക്യാമൽസ്. എക്സ്ക്യൂസ് മീ, can you just tell me the price? അവരുടെ പഷ്മിന സിൽക്കൊക്കെ ആയിരിക്കണം, അതാകുമ്പോൾ വില കൂടുന്നു. 350 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു 300 വരെ ആക്കിത്തരും, അത്രേ ഉള്ളൂ. ഇതൊക്കെ സ്പൈസസ് കടയാണ്, മുട്ടായികൾ, സ്പൈസസ്. യെസ്, എനിക്കൊരു ഷുഗർ കെയിൻ ജ്യൂസ് കുടിക്കാൻ പോകും. എക്സ്ക്യൂസ് മീ, you have sugar cane? Yes, sugar. Yeah, 1, 2. Yeah. Nice. പക്ഷേ ഇവർ ലൈം ഇടുന്നില്ല എന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല, സ്വീറ്റ്നെസ് മാത്രം. ദിസ് ഇസ് ഒരു ടൈമിൽ ഇവിടെ ഭയങ്കര വൈറൽ സംഭവമായിരുന്നു. അതെ, പ്രോപ്പിറ്റിയസ് ഐസ്ക്രീം. ഇതൊരു മാംഗോ ഫ്ലേവറിൽ, മാംഗോയുടെ ഷേപ്പിൽ. ഇറ്റ്സ് ലൈക്ക് എ സ്റ്റിക്ക് ഐസ്ക്രീം എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ തന്നെ ഇപ്പോൾ പീച്ചുണ്ട്, പിന്നെ ലെമൺ ഉണ്ട്. ഇറ്റ്സ് 25 dirhams. പിന്നെ നമ്മുടെ ഈ ഷുഗർ കെയിൻ ജ്യൂസ് അങ്ങനത്തെ ഒക്കെ 30 dirhams ആണ് കേട്ടോ ഒരു ഗ്ലാസ്. നമ്മുടെ നാട്ടിലെ പൈസ അല്ല അത്. അതാ ഞാൻ പറയുന്നത്, കൺവേർട്ട് ചെയ്താൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ കൺവേർട്ട് ചെയ്യാതാണെങ്കിലും ഓക്കെ. ഇവിടെ ഏൺ ചെയ്യുന്നവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. നമ്മുടെ അവിടെ നിന്ന് വരുമ്പോൾ നമ്മൾ ചോദിച്ചു ഇത്രയാണ്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം എന്ന് ഞാൻ നോക്കുന്നേ ഉള്ളൂ. യെസ്, ഇവരുടെ പൈനാപ്പിൾ ഉണ്ട്, മാംഗോ ഉണ്ട്. ഇതിൻ്റെ കാലം കഴിഞ്ഞു. അതായത് ഇത് ഒരു സമയത്ത് ഭയങ്കര വൈറലായിട്ടുള്ളൊരു ഐറ്റമായിരുന്നു. നമ്മൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ കണ്ടിട്ട് ഉള്ള സാധനമാണ്. പക്ഷെ ഇപ്പം അതിൻ്റെ ഒരു ബഹളം കഴിഞ്ഞു തോന്നുന്നു. ഞാൻ കുറച്ച് ലേറ്റായി ഇത് ടേസ്റ്റ് ചെയ്യാൻ. ദിസ് ഇസ് ദ മാംഗോ, വൈറൽ മാംഗോ. യെസ്, ഭയങ്കര മാംഗോ ഫ്ലേവർ, സോഫ്റ്റ്. യമ്മി. ഞാൻ നല്ലൊരു വ്യൂവിലാണ് ഇരിക്കുന്നത്. ദാറ്റ് ഈസ് ഇപ്പോൾ ഇവിടുന്ന് ബോട്ട് റൈഡ്സ് എടുക്കാനായിട്ട് ആൾക്കാർ ക്യൂ നിൽക്കുന്നത്. ഗവൺമെൻറ് ബോട്ട്സിൽ ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ ഇത് കറങ്ങാനായിട്ട് തന്നെ കേട്ടോ ട്രിപ്പ് എടുക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ
ഒരു ഷിപ്പിന്റെ സൈഡിലൂടെ നടന്നു നമ്മൾ കുറെ കൂടി ഇങ്ങനെ നടക്കുകയാണ് വാട്ടർ ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടന്ന് ഇത് ഗവൺമെന്റിന്റെ വലിയ ബോട്ട്സിലൊക്കെ പോകുന്ന ഗ്രൂപ്പ് ഒരു ഫെറി പോലെ നമ്മൾ നടന്നു പോണത് കുറച്ചുകൂടി ചെറിയ ബോട്ട് അതെല്ലാം അത് അപ്പുറത്തെ സ്ഥലത്താണ് കുറച്ച് എന്തുമാത്രം സീഗൾസ് ബേർഡ്സ് കിടന്ന് പറക്കുന്ന നോക്കി എന്ത് ഭംഗിയാണ് അതാണ് കാണേണ്ട കാഴ്ചയാണ് അങ്ങോട്ടാ പോകുന്നത് ഇതിപ്പോ ബ്യൂട്ടിഫുൾ സീ വാക്കാണ് സീ സൈഡ് നല്ലൊരു ബീച്ച് വാക്ക് പോലെ വാട്ടർ ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടന്ന് ആഹാ ഒരു ഫ്ലൈറ്റ് പോണു അത് എപ്പോഴും അങ്ങോട്ടും ഇവിടെ പോയിക്കൊണ്ടേയിരിക്കുന്നു ഇവിടെ അടുത്താണ് എയർപോർട്ട് നമ്മൾ ഡൗ ക്രൂസ് ഒക്കെ വന്ന ഏരിയയാണ് പക്ഷെ അത് ഇച്ചിരി കൂടെ വേറെ സ്ഥലത്ത് നിന്നാണ് നമ്മൾ കയറിയത് അതിലൂടെ ഇങ്ങനെ അത് പോയ വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് വാക്കിംഗ് ഷേ ഇതൊരു സീനാണ് ബ്യൂട്ടിഫുൾ ഈ ബേർഡിനൊക്കെ കാണാൻ എന്ത് ഭംഗി എനിക്ക് ഇഷ്ടമാണ് ഈ സീഗൾസിനെ കാണാൻ സോ നെക്സ്റ്റ് ഇതുപോലെ സിംഗിളായിട്ട് ബോട്ട് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ പോകാം ഞാൻ അങ്ങനെ ആലോചിക്കുവാണ് നൈസ് വെള്ളത്തിൽ ഇടയ്ക്കിടയ്ക്ക് വെള്ളത്തിൽ നീന്തുന്നുമുണ്ട് ആൾക്കാർ ഫ്ലോട്ട് ചെയ്ത് കിടക്കും ഈ ബേർഡ്സ് നൈസ് ഇപ്പൊ അൽസീബിലെ ഒരു മാർക്കറ്റ് ഏരിയയിലാണ് നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ വന്നു ആ വാട്ടർ ഫ്രണ്ട് ഏരിയയിലൂടെ നല്ല രസമാണ് പിന്നെ ആ ഗവൺമെന്റ് ബോട്ട്സ് ഒക്കെ പോണ ആ ഏരിയ പിന്നെ ഇവിടെയും കുറേ സാധനങ്ങളുണ്ട് ഡ്രസ്സൊക്കെ നോക്കിയേ എൻ്റെ ഇതൊക്കെ നോക്കിയേ മെറ്റീരിയൽസ് ആണ് കേട്ടോ ഈ ഷോപ്പ് കംപ്ലീറ്റ് ഇത് തന്നെ അയ്യോ നൈസ് ഫുൾ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഓക്കെ ഇതെല്ലാം 5 dirhams ഒക്കെ കുറച്ച് നമുക്കിങ്ങനെ ബാർഗെയിൻ ചെയ്യാൻ പറ്റുന്നതും അല്ലാത്തതുമായ നല്ല കടകൾ നോക്കിയേ നൈസ് സോ ബ്യൂട്ടിഫുൾ രക്ഷയില്ല കേട്ടോ സ്റ്റോൺ വർക്ക് ये मटेरियल है कितना ये ड्रेस है ड्रेस वो स्टिच करके दे सकते हाउ मच स्टिच लगा के आपको हाँ 300 380 dirham इसका 380 dirham ऐसा ड्रेस स्टिच का अलग Stitch. ओके ये सब സെയിം പ്രൈസ് എല്ലാം 380 ആവുന്ന പറഞ്ഞ ഫുൾ ഡ്രസ് ഇത് സ്റ്റിച്ച് ചെയ്ത് ഇവരുടെ കടയിൽ സബ് കളർ ഹേ ഇതൊക്കെ നോക്കി എന്തു ഭംഗിയാ ബ്ലാക്ക് ഇവര് ഈ നമ്മൾ സെലക്ട് ചെയ്യുന്ന മെറ്റീരിയൽ അവർക്ക് കുറെ പാറ്റേൺ ഉണ്ട് അല്ല നമുക്ക് ഏതെങ്കിലും പാറ്റേൺ ഉണ്ടെങ്കിൽ കൊടുത്താൽ സ്റ്റിച്ച് ചെയ്ത് തരും കിतना दिन फॉर स्टिचिंग का चार्ज टेलर के पास में कॉल करता हूं അപ്പം മേടിക്കാനൊന്നും പ്ലാൻ ഇല്ല പക്ഷെ എല്ലാം ചോദിച്ച് മനസ്സിലാക്കാം 2 मिनट के लिए कहीं दिया है आ रहा है 2 मिनट ഓക്കെ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്ത് തരും പല പാറ്റേൺ ഇത് ഫുൾ ഡ്രസ് का 150 और ये हाफ शॉर्ट ड्रेस है शॉर्ट ड्रेस है 150 ये ലോങ് ഡ്രസ് 380 അങ്ങനെയൊക്കെയാണ് പോകുന്നത് ഇവിടുത്തെ ആ ഒരു വർക്ക് അനുസരിച്ചിട്ടാണ് ഭയങ്കര രസമുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല വെരി ബ്യൂട്ടിഫുൾ നല്ല കഫ്താൻസ് വെച്ചാൽ മതി അടിപൊളിയായിരിക്കും ബ്യൂട്ടിഫുൾ പീസസ് 380 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു 8000 അവരുടെ ഫോൺ നമ്പർ ഇൻസ്റ്റാഗ്രാം എല്ലാം കിട്ടി നമുക്ക് വേണമെങ്കിൽ വീണ്ടും വന്നാൽ മതി അടിപൊളി വെരി നൈസ് ഒരു ഭംഗിയുള്ള ഭയങ്കര രസം അതുപോലത്തെ കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ കുറേ ഷോപ്സ് ഇത് തന്നെയാണ് എല്ലാ സ്ഥലത്തും ഫുൾ അയ്യോ ഒരു മായാ ലോകത്താണ് ഇതൊരു ഭംഗിയാ നോക്കിയേ സോ ബ്യൂട്ടിഫുൾ ഏത് പാറ്റേൺ വേണമെങ്കിലും തയ്ച്ചു ഇതിനകത്തുണ്ടല്ലേ കട ശരി നൈസ് കറൂൺ സെന്റ് മലയാളി കടയാണല്ലോ അല്ലേ ഓക്കെ അതെ നൈസ്
നമ്മുടെ മലയാളികളുടെ കടയാണ്. ഇത് ഊത് അങ്ങനത്തെ ഇല്ല, അങ്ങനെയൊന്നും ഞാൻ വെറുതെ ഒന്ന് കയറുന്നത്. നൈസ് കൊള്ളാട്ടോ. ഇറങ്ങട്ടെ, കാര്യം ഞങ്ങൾ ബോട്ടിൽ കയറിയൊക്കെ പോകാൻ പ്ലാനുണ്ട്, കുറച്ച് ഷൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, താങ്ക് യു. ഒരു ഗിഫ്റ്റൊക്കെ തന്നു വിടുവാണ് കേട്ടോ, ഒരു സന്തോഷം. ഓക്കെ, ബൈ. താങ്ക് യു. ഇതെല്ലാം ക്ലോത്തിങ് ഷോപ്സ്, ഇതെല്ലാം ഹോൾസെയിലാണ്. അപ്പുറം മീന ബസാർ റീറ്റെയിൽ. ഓക്കെ, ഇവിടെ മലയാളി ഷോപ്സ് ഒരുപാട് മലയാളികൾ നടത്തുന്നത്. ഇത് പക്കോട സ്ട്രീറ്റ് ആണ് അല്ലേ? ഓ, ഈ പോകുന്നതാണ് ഇന്ത്യൻ പക്കോടാസ് പോലെ കിട്ടുന്ന സ്ഥലമാണ്. ഒരു സ്ട്രീറ്റാണിത്, ചെറിയൊരു സ്ട്രീറ്റ്. അതുവഴി കടന്നു പോകാം. ഓക്കെ, നല്ല തിരക്കുണ്ട്. സുഖം സുഖം. ഹലോ, ഹാപ്പി ന്യൂ ഇയർ. സുഖം. ഫുൾ പക്കോടാസ്. ഹലോ ഹലോ. അതെ, ഇത് മലയാളി കടകളാണോ അപ്പോൾ ഇതെല്ലാം? ആണല്ലേ, ഇത് മുഴുവൻ മലയാളികളുടെ കടകളാണ്. ഓൾ സ്നാക്സ് ആൻഡ് ചായ. അയ്യോ, ഞാൻ ചായ കുടിക്കില്ല. കുഴപ്പമില്ല, ഇവിടെ എല്ലാം സൗത്ത് ഇന്ത്യൻ സ്നാക്സ് എല്ലാം. ഇതാണ് പക്കോട സ്ട്രീറ്റ്. ആൾക്കാരെല്ലാം വന്ന് കഴിക്കുന്നു. അടിപൊളി. നമ്മുടെ ഇന്ത്യൻ സ്നാക്സ് കിട്ടും. മലയാളികളാണ് കൂടുതലും കട നടത്തുന്നത്. പിന്നെ കുറേ ജുവലറി ഷോപ്സ്, ബീഡ്സ്, ഫുൾ ബീഡ്സ്. വാ, കുറേ ഉണ്ട് ആക്ച്വലി. കാര്യമായിട്ട് നിന്ന് ഷോപ്പ് ചെയ്യാനായിട്ട് വരികയാണെങ്കിൽ സമാധാനമായിട്ട് സമയമെടുത്ത് നമുക്ക് ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ പാടാം. അല്ലാണ്ട് വന്ന് ഷോപ്പ് ചെയ്താൽ ഇഷ്ടംപോലെ വാങ്ങിച്ചിട്ട് പോകാം. ഓക്കെ, ഞാൻ വേണമെങ്കിൽ അനുകുട്ടിയായിട്ട് രണ്ടാമത് വരും. അപ്പോൾ ഇപ്പോൾ നമ്മൾ നടന്ന് റോഡിലെത്തി. ഹോൾ സ്ട്രീറ്റ് സോബർ. ഒത്തിരി മലയാളികളെ കാണുന്നുണ്ട് ഇവിടെ. നമ്മൾ ഇറങ്ങി പുറത്തേക്ക്. വാ, കാറ്റ്, നല്ല കാറ്റ്. ഈവനിങ് ടൈം, സൺസെറ്റൊക്കെ ആവാറായി വരുന്നു. ഓക്കെ, ആയിട്ടില്ല. നമ്മൾ ഇതിനടുത്ത ബോട്ടിൽ കയറാനായിട്ട് പോവാണേ. അപ്പോൾ സിംഗിൾ ബോട്ട് എടുക്കുവാണേ. ഓക്കെ, ഇവിടെ രണ്ട് സൈഡിലും ആൾക്കാർ കയറി പോകുന്നുണ്ട്. കുറേ ആൾക്കാരെ കൊണ്ടുപോകാൻ പറ്റും. ആഹാ, അടിപൊളി. ഇതാണ് ഇവിടുത്തെ ബോട്ട് ജെട്ടി. ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ സാധാരണയായിട്ട് കുറേ ആൾക്കാരാണെങ്കിൽ എനിക്കൊണ്ട് 5 ദിറംസിനകത്ത് മാത്രമേ ഉള്ളൂ സിംഗിള്. ഇതിപ്പോൾ നമ്മൾ 60 ദിറംസാണ് കൊടുത്തത്. പക്ഷെ നമ്മുടെ ഈ ബോട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളൂ. ഞാൻ ക്യാമറ, അല്ലെങ്കിൽ അത്ര ആൾക്കാരുണ്ടാവും. ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യാൻ സൗകര്യത്തിന് ഇങ്ങനെയാണ്. ഹാഫ് ആൻ അവറാണ് എടുത്തത്. 1 അവറിൻ്റെ ഒരു റേറ്റ്. ഇതാണ് നമ്മൾ പോയ ഏരിയ. അവിടെ നിന്ന് നമ്മളിങ്ങനെ കയറി. വാ, വാടിപ്പൊളി. അയ്യോ, സീഗൾസിനെ എല്ലാം കണ്ടിങ്ങനെ കറങ്ങും. ഹാഫ് ആൻ അവർ. വാ, എന്താ സീൻ, ഒരു രക്ഷയില്ലല്ലോ. സീഗൾസ് ഒക്കെ ഇങ്ങനെ അടുത്തുകൂടി പറന്നു ഓടൂ. സോ നൈസ്. ഇതൊരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. നമ്മൾ 60 ദിറംസേ ആയിട്ടുള്ളൂ. അത് വലിയ കൂടുതലല്ല. നമുക്ക് സിംഗിൾ ഒരു ബോട്ട് കിട്ടും. ഹാഫ് ആൻ അവർ ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് തിരിച്ചു വരാം. നോക്കൂ, എൻ്റെ
നമ്മളിവിടെ കൂടിയെല്ലാം നടന്ന സ്ഥലം കേട്ടോ. ഇതുവഴിയെല്ലാം നടന്നാണ് അങ്ങോട്ട് പോയേ. സൂര്യൻ അവിടെ എത്തി. ഓക്കെ, നമ്മുടെ ദുബായിൽ വന്നാൽ മസ്റ്റ് ടു കാര്യങ്ങളിൽ ഒന്നായിട്ട് ഞാനിത് കാറ്റഗറൈസ് ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് ഇതുപോലെ ഒരു ബോട്ട് റൈഡ്. ക്രൂസ് വേറെ, ഇത് വേറെ, രണ്ട് കാറ്റഗറിയാണ്. രക്ഷയില്ല, ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിങ്ങനെ ഓരോ ടിക്കറ്റ് എടുത്തിട്ട് ഒരു 10-25 പേരുണ്ടാവും ഒരു ബോട്ടിൽ. അങ്ങനെയും പോകും, ഇങ്ങനെയും പോകും. ഈ ഏരിയ കംപ്ലീറ്റ് നടക്കുന്ന സ്ഥലമാണ്. അൽസീഫിൻ്റെ ആ ഒരു ഭാഗം. ഇതെല്ലാം ട്രഡീഷണൽ അറബിക് സ്റ്റൈലിലുള്ളൊരു മാർക്കറ്റ് ഏരിയ. അത് കഴിഞ്ഞൊരു മാർക്കറ്റ് ഏരിയ, ഹോൾസെയിൽ മാർക്കറ്റ് ഏരിയ. അയ്യോ, ഇതെല്ലാം കാണേണ്ട സ്ഥലമാണ്. വരണം, ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് ഏരിയാസ്. സമയം എടുത്ത് വരിക. ഒരു ദിവസം രാവിലെ വന്നിട്ട് 10 മണി തൊട്ട് വൈകുന്നേരം വരെ ഷോപ്പ് ചെയ്ത് കറങ്ങിയൊക്കെ നടക്കും. ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റും. ഈവനിങ് ആകുമ്പോൾ ഇതുപോലൊരു ബോട്ട് സവാരിയും കൂടി ആയിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ്. ഓ, രക്ഷയില്ല, നൈസ്. ഇപ്പുറത്തെ സൈഡിൽ ട്രഡീഷണൽ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കൂ, എല്ലാം മോഡേൺ ആയിട്ടുള്ള സ്കൈ സ്ക്രേപ്പേഴ്സ് പോലെയുള്ള വലിയ വലിയ ബിൽഡിങ്സ്. ഇറ്റ്സ് എ മോഡേൺ ദുബായ്. ഇപ്പുറത്തെ സൈഡ് മോഡേൺ ആണെങ്കിലും അവർ ആ ട്രഡീഷണൽ സ്റ്റൈൽ കീപ്പ് ചെയ്തു ഈ സൈഡ്. ഇപ്പോൾ ഈ റിവറിൻ്റെ റിവർ എന്ന് പറയാൻ പറ്റില്ല, ഇത് കടലിൽ കയറി കിടക്കുന്ന ഭാഗമാണ്. ഓക്കെ, ഈ റിവർ സൈഡിൻ്റെ വാട്ടർ ഫ്രണ്ട് ഏരിയയുടെ 2 വശങ്ങളാണ് നമ്മൾ കാണുന്നത്. ദാറ്റ് ഈസ് ഒരു നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച് വരെ ഓക്കെയാണ്. അത് കഴിഞ്ഞാൽ സമ്മർ തുടങ്ങും. ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ വരുവോ ചെയ്ത്. പക്ഷേ റമദാൻ സമയത്ത് വന്നാലും ഭയങ്കര രസം, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. അതായത് അവരുടെ ഈ ട്രഡീഷണൽ മലബാറി ഫുഡ് വൈകുന്നേരം തൊട്ടേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ, നോമ്പിൻ്റെ സമയമാണ്. എങ്കിലും അതൊരു വേറൊരു വൈബാണ് ആ സമയത്ത് വന്നാൽ. വരേണ്ട സ്ഥലം, വരേണ്ട ടൈമിംഗ് ഒക്കെയാണ് ഇതെല്ലാം. ഇപ്പോൾ സമയം 5:15. സൺ ഏതാണ്ട് എൻ്റെ കണ്ണിൻ്റെ ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി ഒരു ഹാഫ് ആൻ അവറിൽ സൂര്യൻ ഏതാണ്ട് അസ്തമിക്കും, വിത്തിൻ ഹാഫ് ആൻ അവർ. ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ സൺസെറ്റ് ഉണ്ട് ഓൾമോസ്റ്റ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ടേൺ ചെയ്യാണ്. നോക്കിയേ, ഷൂ നൈസ്, സോ ബ്യൂട്ടിഫുൾ. മോഡേൺ ദുബായിയുടെ സൈഡിലൂടെ ഇങ്ങനെ കറങ്ങി. വാവ്, ഇപ്പോൾ ഇതാണ് കറക്റ്റ് ടൈമിങ്. ദാറ്റ് ഈസ് ഈവനിങ് ഒരു 5 മണി അടുപ്പിച്ച് വന്നാൽ ഇവിടെ ഈ ബോട്ടിൽ കയറുന്ന ഒരു ഹാഫ് ആൻ അവർ എടുക്കുകയാണെങ്കിൽ ബൈ 5:30 യു ക്യാൻ ബി ബാക്ക്. 5:30 നമ്മൾ 5 കഴിഞ്ഞു. ഓക്കെ, നമ്മളൊരു കറക്റ്റ് ഹാഫ് ആൻ അവറാണ്. 1 അവർ ആണെങ്കിൽ കുറച്ചുകൂടെ ലക്ഷ്യം. എത്രയും മതി, അരമണിക്കൂർ മതി. ഐ ലവ് ദുബായ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. നല്ല ആളുകളും. നമ്മുടെ നാട്ടിൽ എത്രയോ ആൾക്കാർ ദുബായിൽ വന്ന് ജോലി ചെയ്ത് ജീവിക്കുന്നു. അങ്ങനെ നമ്മളെല്ലാവരും, എൻ്റെ മോനാണെങ്കിലും വിഷ്ണു ഇസ് ഇൻ ദുബായ്, ഇവിടെ വർക്ക് ചെയ്യണു, ഇവിടെ താമസിക്കുന്നു. അതുപോലെ എത്ര ആൾക്കാർ, എത്ര പ്രവാസികൾ. നമ്മൾ ഇതേ മൂൺ വന്നു, പാവം കേട്ടോ. സൺ എത്തുന്നതിന് മുമ്പ്, സൺ പോകുന്നതിന് മുമ്പ് മൂൺ എത്തി കണ്ടോ. ഇപ്പുറത്തെ സൺ സെറ്റ് ചെയ്യുന്നതേ ഉള്ളൂ, പക്ഷെ മൂൺ എത്തി. ഓ, പുടുവിനിപ്പോൾ മൂണിനെ ഭയങ്കര ഇഷ്ടം. മൂണെന്ന് പറഞ്ഞ് നടക്കുക. അതെ, 1 by 1 ബോട്ട്സ് ആർ കമ്മിങ് ഇൻ. യെസ്, ബോട്ടിൽ നിന്ന് ഇറങ്ങുന്നു. താങ്ക് യു. സിമ്പിൾ പരിപാടി. ഓ, നല്ലത്, എന്ത് രസമായിരുന്നു. അയ്യോ, നോക്കുന്നത് എല്ലാം അങ്ങോട്ട് പറക്കുന്നത്. ഇതെവിടെ പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഈ കിളികൾ. ഓൾ ദ സീഗൾസ്. വാവ്, വാട്ട് എ ബ്യൂട്ടിഫുൾ സീ. ഇതൊരു സൺസെറ്റ് ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. ഈ ഒരു മനോഹരമായ ടൈമിങ്ങിൽ ഞാൻ ഇവിടെ നിൽക്കുന്നു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഈ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കട്ടെ. ഈ ബ്യൂട്ടിഫുൾ സീനറിയിൽ നിന്നുകൊണ്ട് തന്നെ ഫൈൻഡ് അപ്പ് ചെയ്യാവുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.